ഒരു ക്രിയേറ്ററുടെ ഏറ്റവും വലിയ വെല്ലുവിളി അതിതാണ്. നല്ലവണ്ണം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആകുന്നത് എന്തുകൊണ്ടാണാവോ? ആയുസിന്റെ 75% കടയിൽ പോയി സാധനം വാങ്ങി തീർക്കുന്ന ഭൂഗോളത്തിലെ ഏക ജീവി പുരുഷന്മാരാണ്. കാനഡയിലെ സാധനം വാങ്ങിപ്പും മരിച്ചിനി തോട്ടത്തിൽ ഒറ്റയ്ക്കകപ്പെട്ട പെരിച്ചാഴിയുടെ അവസ്ഥയും ഒരുപോലെയാണ്. എവിടെ തുരക്കണമെന്ന കൺഫ്യൂഷൻ. പുല്ല് തിന്നുന്ന കോഴിയുടെ മുട്ട, തീറ്റ തിന്നുന്ന കോഴിയുടെ മുട്ട, വലിയ മുട്ട, ചെറിയ മുട്ട, ഉപ്പിലിട്ട മുട്ട, കളർ മുട്ട, ആ മുട്ട, ഈ മുട്ട, കണ്ടമാനം മുട്ട. ചെറുപ്പക്കാരനായ കോഴിയും പ്രായപൂർത്തിയായ കോഴിയും വെളുത്തിട്ട് പാറിയ കോഴിയും തന്റേതല്ലാതായ കാരണത്താൽ കൊല്ലപ്പെട്ട കോഴിയും ഇക്കൂട്ടത്തിലുണ്ട്. 4 മണിക്ക് ചായയോടൊപ്പം വറുത്ത് തിന്നാൻ പറ്റുന്ന ചുക്കാമണി പോലുള്ള സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. കാനഡയിലും കൂടോത്രമുള്ള കാര്യം എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഇവിടുത്തെ പാൽക്കവറിന് മുകളിലായി സ്വർണ്ണ പലിശയുടെ നിരക്ക് പോലെ ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത് പശുവിന്റെ അറിവോടെ ആണോ എന്ന കാര്യം അറിയില്ല. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിജാം പാക്ക്. കാഴ്ചയിൽ മീൻ വാങ്ങാനായി കവറും തൂക്കി കടലിനുള്ളിലേക്ക് പോകും പോലെ തോന്നുമെങ്കിലും ഇതൊക്കെ വാങ്ങി തിന്നവർ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. മലബന്ധമുള്ളവർക്ക് വയറ്റിൽ നിന്നുള്ള സുഗമമായ യാത്രയ്ക്കുള്ള സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ ഇനി എപ്പോ വീട്ടിലെത്തുമോ ആവോ. സായിപ്പിന്റെ കുതിരപ്പുല്ലിനിടയിൽ ഇവരെയൊക്കെ കാണുമ്പോൾ കൂടപ്പിറപ്പുകളെ കണ്ട അതേ അനുഭൂതി. ഇതെല്ലാം കാട്ടി നാട്ടിലെ കൂട്ടുകാരെ വിളിച്ച് ഒടുക്കത്തെ ജാട. പോർക്ക് അണ്ണാക്കിൽ കുത്തിക്കേറി 12 സ്റ്റിച്ച്. ഇപ്പോൾ വീട്ടിലിരുന്ന് കഞ്ഞി കുടിക്കുന്നു.